ഇന്ന് ശരിക്കും ഭയങ്കര വിഷമത്തോടു കൂടിയാട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം എൻ്റെ വാൻ്റെ ഫുള്ള് കേടായിപ്പോയി. ഇതിപ്പോൾ എൻ്റെ അശ്രദ്ധ കൊണ്ട് വന്നതാണ് കേട്ടോ ഇങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഇതുപോലൊരു വാൻഡ എനിക്ക് കേടായി പോയിട്ടുണ്ടായിരുന്നു. ഈ വാൻഡ ആണെങ്കിൽ കണ്ടിന്യൂസ് ബ്ലൂമിങ് ആയിരുന്നു. സാധാരണ വാൻഡ ഒരു 4 വർഷത്തിലൊരു 4-5 തവണ ഒക്കെ ഫ്ലവർ ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ വാൻഡ ആണെങ്കിൽ എപ്പോഴും പൂ കാണുമായിരുന്നേ. പക്ഷേ എന്തോ ചെയ്യാനാ, ഇത് ഫുള്ള് കംപ്ലൈൻ്റ് ആയിപ്പോയി. പക്ഷേ നമുക്കിതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം അജ്മി സുൽത്താന. അപ്പം നമ്മുടെ ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു ചാനലാണ്, ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ പുതിയ ഇൻഫർമേഷനുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വാൻഡയെ ഇന്ന് എങ്ങനെ രക്ഷിച്ചെടുക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വന്നതെന്നൊക്കെ നോക്കാം. അതുപോലെ കഴിഞ്ഞ വർഷം എനിക്ക് ഈ സീസണിലാണ് പ്രശ്നം ഉണ്ടായത്. അപ്പം ആ വാൻഡ രക്ഷപ്പെട്ടിട്ട് നല്ല രീതിയിൽ ഗ്രോത്തായി വന്നതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വാൻഡയ്ക്ക് എന്താ സംഭവിച്ചത് നമുക്കാദ്യം നോക്കാം. ഈ വാൻഡയിൽ മഴ കൂടിയിട്ട്, മഴയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മഴ ഇതിനകത്ത് വീണിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ഒരു ഷെയ്ഡിൽ ഒരു സ്ഥലത്താണ് ഇട്ടിരുന്നത്, രാവിലെയും വൈകിട്ടും വെയിലടിക്കുന്ന സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും വാൻഡയിൽ പൂവുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ ഡോറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അകത്തോട്ട് കയറുന്നിടത്ത് ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു, ഡോറിൻ്റെ 2 സൈഡിലായിട്ട്. അപ്പം അങ്ങോട്ട് കയറിയപ്പോൾ ആരോ എടുത്ത് വെളിയിലോട്ട് ഇട്ടതാണ് കേട്ടോ. ഞാനത് കണ്ടതുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. വർക്കൊക്കെ ഒരുപാട് കൂടുതൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പ്ലാന്റ്സ് അധികം ശ്രദ്ധിച്ചില്ല. വീട്ടിൽ കിടന്ന പ്ലാന്റ് ആയിരുന്നു ഇത്. അപ്പം അങ്ങനെ വെളിയിലോട്ട് കിടന്നിട്ട് ഫുള്ള് മഴ വീണിനകത്ത്. വീണെന്ന് വെച്ചാൽ എനിക്കൊന്ന് 1.5 ആഴ്ചയോളം ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഭയങ്കര മഴയായിരുന്നല്ലോ. അപ്പം നമ്മളന്ന് മഴയത്ത് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനെപ്പറ്റി പറയുകയും ചെയ്തതാണ്. പക്ഷേ എന്നിട്ട് ഞാൻ ഇതൊരു സൈഡിൽ ഇങ്ങനെ ഇട്ടേക്കുന്ന ആരും അങ്ങോട്ട് അങ്ങനെ പോകുന്ന സ്ഥലമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അതവിടെ കിടക്കുമല്ലോ, അധികം കുഴപ്പമൊന്നുമില്ല. വെള്ളം മാത്രം ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും, അതേ ഉള്ളൂ. മഴയായതുകൊണ്ട് അധികം വെള്ളത്തിന് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഫുള്ള് ഇവിടെ ഇത്രയും നല്ല ലക്ഷമായിട്ട് എല്ലാം നിൽക്കുമായിരുന്നേ. അത് മൊത്തം എന്താണ്ട് ഇതുപോലെ കറുത്ത് വന്നിട്ട് ഫുള്ള് കറുത്ത് കേടായിപ്പോയി, മൊത്തം ഇൻഫെക്ഷനായിപ്പോയി. അപ്പം ഇത് ഫുള്ള് ഇങ്ങനെ പഴുത്തിരിക്കുക, തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഞെങ്ങുള്ള പോലെ ഇരിക്കുകയാണ്. അപ്പം ഇത് പ്രധാനമായിട്ട് വന്നത് മഴ കൂടിയതുകൊണ്ടാണ്, അതായത് വെള്ളം കൂടിയതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഇപ്പോൾ കേടായത്. അപ്പോൾ ഈ പ്ലാന്റിനെ നമുക്ക് എങ്ങനെ കെയർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാവേ. ഇതിന് ശരിക്കും നല്ല രീതിയിൽ തന്നെ പുതിയ ഗ്രോത്ത് കയറിയിട്ട് പുതിയ പ്ലാന്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മളത് കെയർ ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണമെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിനെ ഫുള്ളൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് എടുക്കാവേ. അപ്പോൾ ഈ വാൻഡ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണമല്ലോ. റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പം ഇതിൻ്റെ മണ്ടചീലാണ് കൂടുതൽ വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ, മേലിൽ നിന്ന് ഇലകൾ അഴുകിയേക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ അഴുകി വന്ന ഭാഗങ്ങൾ ഫുള്ള് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് തോന്നുന്നത് ഈ പ്ലാന്റിൻ്റെ ഏകദേശം പിടിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ വരെയും കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ശരിക്കും ഇപ്പം. പക്ഷേ ഞാനങ്ങനെ പെട്ടെന്ന് കയറി കട്ട് ചെയ്യത്തില്ല കേട്ടോ പ്ലാന്റ്. എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ വിഷമമാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം കുറച്ച് ഇലയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തോലൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഫംഗിസൈഡ് പുരട്ടി നോക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രമേ ഞാൻ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യത്തുള്ളൂ. അപ്പം ഞാനിപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കുറേ ഇല പൊഴിഞ്ഞ് പോയതാണ് ഈ ഭാഗത്ത് നിന്ന് കണ്ടോ. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് പൊഴിച്ച് കളഞ്ഞിട്ട് സാഫ് പേസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാവേ. ഈ പോർഷൻ കണ്ടോ, മേളിൽ അഴുകിയേക്കുന്നുണ്ടോ ഇല കണ്ടോ, ഇതുപോലെ ഊരി വരും. മണ്ട ചീഞ്ഞേക്കുവാണെങ്കിൽ കണ്ടോ, ഇതെല്ലാം പോവും. ഈ ഇലകളെല്ലാം കണ്ടോ, ചീയൽ കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ എല്ലാം എന്താ ചീഞ്ഞിരിക്കുവാണ് കണ്ടോ. തൊടുമ്പോൾ നമുക്കറിയാം ഇത് എത്ര പൂ തന്നെയാന്ന് നോക്കിയേ. ഈ ഇലയുടെ ഇടയിൽ നിന്നൊരു പൂ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അതായത് കണ്ടോ, ഇവിടെ എല്ലാം പൂ നന്നായിട്ട് വിരിഞ്ഞതുമാണ്, ഒത്തിരി ദിവസം ലാസ്റ്റ് ചെയ്തതുമാണ് കേട്ടോ ഇതിൻ്റെ. അതുകൊണ്ട് എനിക്ക് എത്രയും വിഷമം തോന്നുന്നു. കാരണം ഇത്രയും നല്ലൊരു പ്ലാന്റ് ഇങ്ങനെ കേടാവുമ്പോഴേ നമുക്ക് സഹിക്കാനേ പറ്റത്തില്ല. ഈ ഭാഗം ഒക്കെ ഞെങ്ങ് കൊള്ളുന്നുണ്ട്. ഈ ഞെങ്ങ് കൊള്ളുന്നുണ്ട് വരെ വെച്ച് കട്ട് ചെയ്യുവാണേ. അത് കഴിയുമ്പോൾ നമുക്ക് അകത്തോട്ട് കാണാൻ പറ്റും എവിടെ വരെ അഴുകലുണ്ടെന്നുള്ളത്. ഭയങ്കര കട്ടി, നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു. ആ റൂട്ടൊക്കെ ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുവാണ്. ഇത് കണ്ടോ, ഈ ഒരു പോർഷന് കുറച്ച് കട്ടിയുണ്ട് സെൻറ്ററിലായിട്ട്. ബാക്കി ഇതാ പുറംതൊലി നോക്കി അഴുകിയിരിക്കുന്നത്. ഇതിപ്പം ബാക്ടീരിയ ഫംഗസ് എല്ലാം ഇതും ഉണ്ടെന്ന് തോന്നുന്നു.
കറക്റ്റ് ഇൻഫെക്ഷൻ ഏതാണെന്ന് പറയണമെങ്കിൽ എനിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നില്ല. ഇത് വെള്ളം കെട്ടിയിട്ടുണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻ പോലെ തോന്നുന്നത് കേട്ടോ. കണ്ടോ, ഈ തോലിനെല്ലാം ഇൻഫെക്ഷനാണ്. ഇപ്പോൾ ഈ തണ്ട് കണ്ടോ, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ തണ്ട് കട്ട് ചെയ്യാൻ തോന്നും, പക്ഷെ കട്ട് ചെയ്യരുത്. കാരണം ഈ തണ്ടിൽ ചിലപ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടാവാം, നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം മാക്സിമം ഇത് നമുക്ക് ക്ലീൻ ചെയ്യുവാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇൻഫെക്ഷൻ ഒരുപാട് കുറയും. അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇത് സാഫ് അടിച്ചു കൊടുക്കാവേ. ഈ സാഫ് അതുപോലെയുള്ള ഫെർട്ടിലൈസർ, അതുപോലെ പ്ലാന്റ്സ്, ഓർക്കിഡ്സ് എല്ലാം നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാം നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതനുസരിച്ച് നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I ഈ തൈ നോക്കിയേ, കണ്ടോ, ഇതും പോയി. ഇതിനകത്തും വെള്ളം കെട്ടി എന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്, ഇവിടെ വരെ. കട്ട് ചെയ്ത് കളയാം. കണ്ടോ, പച്ചയായിട്ട് നമ്മൾ ഇരിക്കുന്നെങ്കിലും ഉള്ളു നല്ല രീതിയിൽ അഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഇതുപോലെ പൗഡർ പേസ്റ്റ് ആക്കി, നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എടുത്തെടുത്ത് പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ പേസ്റ്റായിട്ട് നമുക്ക് ഈ തണ്ടിൽ ഫുള്ള് പുരട്ടി കൊടുക്കണേ. കേട് വന്നിടത്തും കേട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും ഒക്കെ പുരട്ടണം കേട്ടോ. സൈഡും കൂടെ ഫുള്ള് അടിക്കാവേ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, ഈ പ്ലാന്റിന് ഇനി വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് ഡ്രൈ ആയെങ്കിൽ മാത്രമേ ഈ ഇൻഫെക്ഷൻ മാറത്തുള്ളൂ. ഇത് ചെയ്തുകൊണ്ട് മാത്രം മാറത്തില്ല. ഇതിനെ ഇനി വെള്ളം ഒഴിക്കാതെ കുറേ ദിവസം ഇട്ടേക്കണം. ഇട്ടിട്ട് പ്ലാന്റ് അങ്ങ് ഡ്രൈ ആവുന്നൊരു കണ്ടീഷനിലോട്ടാവും. ആ ഡ്രൈ ആകുമ്പോൾ തന്നെ ഈ പ്ലാന്റിൻ്റെ അസുഖം ഫുള്ളങ്ങ് മാറിയിട്ട് പുതിയ ഗ്രോത്ത് വരും. അപ്പോൾ നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ഏകദേശം ഒരാഴ്ചയൊക്കെ എന്തായാലും വെള്ളം ഒഴിക്കാതെ ഇട്ടേക്കേണ്ടി വരും കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം റൂട്ടിൽ മാത്രം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതും ഡെയിലി ഒന്നും ചെയ്യരുത്. ആഴ്ചയിൽ തന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും കൂടെ ചെക്ക് ചെയ്യുക. ഡെയിലി ചെക്ക് ചെയ്യണം. ഇനി എവിടെയെങ്കിലും അഴുകലുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കളയുക. പിന്നെ നമ്മൾ ആവശ്യമുള്ള നല്ല സ്ഥലം മാത്രം നിർത്തി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ കണ്ടിന്യൂസ് സാധാരണ വാൻഡയ്ക്ക് റൂട്ടിൽ വെള്ളം ഒഴിക്കുന്ന പോലെ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ അധികം പ്ലാന്റ്സ് ഒന്നും കിടക്കാത്തൊരു സ്ഥലത്തോട്ട് മാറ്റിയിടുവാണ്. കാരണം നമുക്ക് കൂട്ടത്തിലൊന്നും ഇതിനെ ഇടാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ഈ ബാക്ടീരിയയൊക്കെ ഇൻഫെക്ഷനാണ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിലും ആവും. അതുകൊണ്ട് ഞാൻ ഇതിനെ സെപ്പറേറ്റ് ഇടുവാണ്, എങ്ങും തട്ടാതെ. ഇനി കുറച്ച് ദിവസം നോക്കേണ്ടതായിട്ടുണ്ട്. ഡെയിലി ചെക്ക് ചെയ്യണം. എന്നിട്ട് ചെക്ക് ചെയ്തനുസരിച്ച് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സാഫ് അടിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്കിതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ സംഭവിച്ചൊരു പ്ലാന്റിനെ ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് ഇതേ സങ്കടം ഉണ്ടായ പ്ലാന്റ്. പക്ഷേ ഈ പ്ലാന്റിനെ എനിക്ക് ഇവിടെ വരെ എനിക്ക് ഇൻഫെക്ഷൻ ആയിട്ടുള്ളായിരുന്നു. ഇത് പക്ഷേ നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആയിരുന്നു. അതിൻ്റെ ഒട്ടും അല്ലായിരുന്നു. ഏകദേശം താണ്ട ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പോർഷൻ എനിക്ക് അന്ന് കേടായിപ്പോയി. അപ്പോൾ ഞാൻ എന്തായത് അവിടെ വെച്ച് ക്ലീൻ ചെയ്ത് രക്ഷപ്പെടുത്തി എടുത്തേ ഇതിനെ. അപ്പം ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ പ്ലാന്റ് ബാക്കി കേടാവാതിരുന്നത്. ഇതിൽ നിന്ന് ഇത്രയും തൈകളുണ്ടായത് കണ്ടോ. ഇവിടെ ഓൾറെഡി 2 തൈ നമുക്ക് താഴെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ തണ്ടിൽ നിന്ന് പെട്ടെന്ന് പൂ വരും മദർ പ്ലാന്റിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കാണുമ്പോൾ അറിയാം കണ്ടോ, ഈ ലീഫിലൊക്കെ ഞാൻ സാഫ് അടിച്ചിട്ട് ആ സാഫ് പോയേക്കുന്നതാണ് കണ്ടോ. കഴിഞ്ഞ വർഷത്തെ ആ സാഫ് പുരട്ടിയതിൻ്റെ ഇതാണ് ഇപ്പോഴും കിടക്കുന്നതുണ്ടോ ഇതിനകത്ത്. അപ്പോൾ എവിടെയാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള നോഡ് ഭാഗത്തുനിന്ന് പുതിയ തൈ കിട്ടുമെന്നുള്ളതാണ് കണ്ടോ നോഡ്. അപ്പോൾ ഈ നമ്മൾ എവിടെ വെച്ചിട്ടാണോ കട്ട് ചെയ്ത് കേടായി റെഡി ആയത് അതിൻ്റെ തൊട്ട് താഴെയുള്ള നോഡിൻ്റെ പോർഷനിൽ നിന്ന്, അത് ലീഫിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ടോ, ഇവിടുന്ന്
പുതിയ തൈ വന്നിട്ട് കണ്ടോ ഇത്രയും ഗ്രോത്ത് ആയിട്ടുണ്ട് ആ പ്ലാന്റ്. കണ്ടോ എത്ര വേഗത്തിൽ അത് വളർന്ന് വന്നേ നോക്കി. സാധാരണ നമ്മളൊരു കിക്കീസ് സെപ്പറേറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര നാളെടുക്കാം, പക്ഷേ ഇത് കഴിഞ്ഞ മഴയിൽ സംഭവിച്ചതാണ്. അപ്പോൾ പെട്ടെന്നൊരു പുതിയ പ്ലാന്റ് വന്നു. ഇനിയിപ്പോൾ ഇഷ്ടം പോലെ ഇതിനകത്ത് ഫ്ലവറും ആവും. കാരണം പ്ലാന്റ് ഇപ്പം ഹെൽത്തിയാണ്. ആ ഷേപ്പിൽ വന്ന വ്യത്യാസമാണ്. ഷേപ്പ് നേരെ പോകേണ്ടത് അവിടെ വെച്ച് കട്ടായിട്ട് പുതിയ, നമ്മൾ സാധാരണ കമ്പൊക്കെ കോതുമ്പം അതിന് തൊട്ട് താഴെ അടുത്ത ചില്ലകൾ കിളിക്കത്തില്ല, അതേപോലെ തന്നെ വാണ്ടയിൽ തൊട്ട് ഇപ്പുറത്തുനിന്നായിട്ട് പുതിയ ചില്ലകൾ വന്നതുപോലെ പുതിയ പ്ലാന്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റേ പ്ലാന്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ പ്ലാന്റ് റെഡി ആകുമ്പോഴും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ അപ്ഡേഷൻസ്, ഈ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നതോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ആവുന്നതോ അങ്ങനെയുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സുലൂസ് ഡയറീസ് എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ രക്ഷപ്പെടുത്തിയെടുത്ത പ്ലാന്റ് കണ്ടല്ലോ. അപ്പം ഇത്രയും റിസൾട്ട് നമ്മൾ ഈ ചെയ്തതിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എനിക്കറിയാം, ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വാൻ്റെ കേടായി പോകുന്നു, മഴയാകുമ്പോൾ കേടായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെന്നോട് പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. ഇതേ രീതിയിൽ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. മാക്സിമം നമ്മളെ കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ ഇൻഫർമേഷനുകൾ നമുക്ക് ഇനിയും ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.